എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആൻഡ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശരിക്കും ഈ പുസ്തകം സോഹൻ്റെ അമ്മയെക്കുറിച്ച് അമ്മ എഴുതിയ ഡയറി കുറിപ്പുകൾ ഏതാണ്ട് 200ഓളം ഡയറി എടുത്തു വെച്ച് കാച്ചിയതാണ്. എൻ്റെ ഉമ്മയുടെ സുഹൃത്താണ് സോഹൻ്റെ അമ്മ, കസ്തൂരിബായി ടീച്ചർ. കൃഷ്ണശാസ്ത്രികൾ കസ്തൂരിബായി ടീച്ചർ. സോഹൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നറിയോ? ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വൈകുന്നേരങ്ങളിൽ സംസ്കൃത ശ്ലോകം ചൊല്ലിയില്ലെങ്കിൽ അന്ന് കഞ്ഞിയില്ല. അതായിരുന്നു ആ അമ്മ. അതിനു മുമ്പ് ഇവിടെ മാഷ് പറഞ്ഞ ഒരു കാര്യം, ഒരു കവിത ചൊല്ലിയ, ഞാനപ്പോൾ ഇങ്ങനെ എൻ്റെ ജീവിതം ഞാൻ ആലോചിക്കായിരുന്നു. അതായത് മകൻ സെൻറ് തോമസ് സ്കൂളിൽ പഠിച്ചു, മറ്റൊരാളുടെ മകൾ വിവേകാനന്ദ സ്കൂളിൽ പഠിച്ചു, മറ്റൊരാൾ മുസ്ലിം സ്കൂളിൽ പഠിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ചിന്തകളും ഒക്കെ പെട്ടെന്ന് പോയത്, ഐ വർക്ക്ഡ് ഇൻ എ സ്കൂൾ വിച്ച് ഇസ് ഓൺഡ് ബൈ സണ്ണി വർക്കി ഇൻ അബുദാബി, UAE, for around 4 years. And that school is affiliated to Cambridge University, IGCSE syllabus. After that, I became the vice principal of Muslim International School in Abu Dhabi. And later on, I came to Kerala and joined in my government service, and a lot of schools I worked. ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥാപനം, ഈ 2 കാറ്റഗറിയും അല്ലാതെ ചട്ടമ്പി സ്വാമികളുടെ ആശ്രമത്തിനോട് ചേർന്നുള്ള പന്മനമനയിൽ ഗവൺമെൻറ് ഹൈസ്കൂൾ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് മൂന്നും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇപ്പോൾ ഞാൻ ആലോചിക്കണം, അത് അന്നത്തെ കാലം. പക്ഷെ ഇന്ന് ഉദ്ദേശിച്ചത് എന്താണോ അന്നതില്ല. എൻ്റെ പേര് പോലും ഞാൻ പറയാറില്ല. കാരണം ഇപ്പോൾ പലയിടത്തും ചെന്നാൽ ആദ്യം ചോദിക്കുന്നത് പേരാണ്. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം അത് പ്രശ്നമാണ്. വയസ്സിൻ്റെ കാര്യം കൂടെ പറയുന്നത് കേട്ടോ. ഞാൻ 4 വർഷം മുമ്പ് ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. അതിനുശേഷം ട്രിവാൻഡ്രത്ത് ഒരു ക്രസൻറ്റ് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ്. ഇപ്പോൾ 500 കുട്ടികളേ ഉള്ളൂ. റെസിഡൻഷ്യൽ സ്കൂളാണ്. 60 വയസ്സാകാൻ പോകുന്നു. ഈ വരുന്ന ജൂലൈ 10-ാം തീയതി 60 വയസ്സാകും. പക്ഷെ ഇപ്പോഴും ഞാൻ ആ കസേരയിൽ ഇരിക്കുകയല്ല ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരാളല്ല. ഞാൻ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട്, 10ാം ക്ലാസ്സിൽ ഫിസിക്സും കെമിസ്ട്രിയും IT എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ക്ലാസ്സിൽ പോകാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് രാവിലെ എൻ്റെ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ ഓരോ ക്ലാസ്സിലും ഇടിച്ചു കയറും. എനിക്കിപ്പം ഓർമ്മ വരുന്നത്, ഞാൻ BSc ഫിസിക്സുകാരനാണ്, B.Ed ഫിസിക്കൽ സയൻസുകാരനാണ്. ആഫ്റ്റർ ദാറ്റ് ഐ കംപ്ലീറ്റഡ് മൈ MA ലിറ്ററേച്ചർ. അതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ നമ്മുടെ മുന്നിൽ ഈ പുസ്തകം കൊണ്ടുവന്ന, അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ഉടമ സോഹൻ, അതൊരു ജനുസാണ്. ഞങ്ങൾ ഒന്നിച്ച് ചെറിയ ക്ലാസ്സുകൾ മുതൽ ഡിഗ്രി ക്ലാസ്സുകൾ വരെ ഒരൊറ്റ ക്ലാസ്സിലിരുന്ന് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. ടീച്ചേഴ്സ് ഞങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ കുട്ടികളുടെ പാഷൻ നമുക്ക് കണ്ടെത്തേണ്ട ചില സമയങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ്സിൽ, ഒരു 4ാം ക്ലാസ്സിൽ ചെന്നിട്ട് എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ നിന്നതേ ഉള്ളൂ, കുട്ടികളൊക്കെ സംസാരിച്ചിട്ട്. തിരിച്ച് ഞാൻ എൻ്റെ റൂമിലെത്തിയപ്പോൾ, ക്യാബിനിലെത്തിയപ്പോൾ, വിത്തിൻ നോ ടൈം എൻ്റെ മുന്നിലൊരു നോട്ട്ബുക്ക് വരുന്നു. അതിൽ എൻ്റെ ഒരു ചിത്രം, പെൻസിൽ സ്കെച്ച് വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ക്ലാസ്സിൽ കുട്ടി ഇങ്ങനെ ഡെസ്കിന് താഴെ വെച്ച് എന്തോ വരയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇറ്റ്സ് എ 3-dimensional ടൈപ്പ് പിക്ചർ. അവൻ ആ ഷെയ്ഡ് കൊണ്ട് അതിനെ 3-dimensional ആക്കി വരച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ കുട്ടിയെ വിളിച്ചു. ആ കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ചപ്പോൾ ആ സ്കൂളിലെ തന്നെ ഒരു ടീച്ചറിൻ്റെ മകനാണ്. അപ്പോൾ 4ാം ക്ലാസ്സിൽ ആ കുട്ടി അവൻ്റെ ടാലൻറ്റ്, അവൻ്റെ പാഷൻ കാണിച്ചു. ഞാൻ ആ അമ്മയോട് പറഞ്ഞു, ഈ കുട്ടിയെ ശ്രദ്ധിക്കുക, ഇവനെ എൻജിനീയറിംഗ് ഡ്രോയിങ് മേഖലയിലേക്ക് തിരിച്ചു വിടുക. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മാത്സ് എടുത്തിട്ട് എൻജിനീയറിംഗിൽ ആർക്കിടെക്ചർ എൻജിനീയറിംഗ് എന്നുള്ളൊരു വിഭാഗമുണ്ട്, അങ്ങോട്ട് വിടുക. അതല്ലെങ്കിൽ ഇവന് കമ്പ്യൂട്ടർ സംബന്ധമായിട്ട് കഴിവുണ്ടെങ്കിൽ ഡിജിറ്റൽ ക്രിയേറ്റർ ആവും ഈ കുട്ടി. ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ഒരു മേഖലയാണ്, മനസ്സിലായില്ലേ? പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത്
നമ്മുടെ പാഷൻ എന്താണെന്നോ ആരും ഒന്നും. ഞാനിപ്പോൾ അതുകൊണ്ട് ശരിക്കും ഓരോ കുട്ടിയെ കാണുമ്പോഴും ഞാൻ ആ കുട്ടിയെ പഠിക്കുന്നുണ്ട്. ആ പാഷൻ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മൈതാന പ്രസംഗമല്ല. ഞാൻ ഈ സോഹനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഒരു നാടകത്തിൽ പെൺവേഷം കെട്ടിച്ച ആളാണ് ഈ വിദ്വാൻ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എനിക്കന്ന് പെൺവേഷമാണ്. ഞാൻ തലേന്ന് ഉറങ്ങിയിട്ടില്ല, സത്യം. അപ്പോൾ എന്തായാലും വേഷം കെട്ടിച്ചു. പക്ഷെ അതിൻ്റെ പിന്നിൽ നടന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥയായിരുന്നു. അത് അദ്ദേഹം തന്നെ എഴുതിയതാണ്. ഞാൻ അദ്ദേഹം എന്ന് പറയാം. എന്തായാലും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ചാണെന്ന് ഉറക്കം. ശ്രീലങ്കയിലാണ്. രാവിലെ ഒരു വീഡിയോ കോളിൽ കുറേ കാര്യമൊക്കെ സംസാരിക്കുന്നത് മുഴുവൻ ടെക്നോളജിയെ കുറിച്ചിട്ടാണ്. കാരണം ഞാനിപ്പോൾ ആ മേഖലയിലാണ്. ഞാൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണെന്നുണ്ടെങ്കിലും ഹൗ ടു എൻഗേജ് ദ സ്റ്റുഡൻസ് വിത്ത് AI ടെക്നോളജി. ഞാൻ ഇന്നലെ തൃശ്ശൂർ അൻസർ സെൻട്രൽ സ്കൂൾ പെരുമ്പിലാവിലെ B.Ed പെൺകുട്ടികളെ പഠിപ്പിച്ചത് അതാണ്. 45 മിനിറ്റ് എടുക്കുന്ന ഒരു ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്ന ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലുള്ള ഒരു വിവരം ഞാൻ കാണിച്ചു കൊടുത്തു. 5 or 10 minutes is enough. നിങ്ങൾ കിടന്ന് വായിട്ടലയ്ക്കും, ചോക്കും ബോർഡും വെച്ചിട്ട് അങ്ങ് ചോക്കോടിയിൽ നിന്ന് അവസാനം ക്ഷയവും പിടിച്ച് 5 മിനിറ്റ് മതി. ഇപ്പം എൻ്റെ വിഷയം ഫിസിക്സ് ആണെങ്കിൽ ഒരു ഇലക്ട്രിക് മോട്ടോർ പഠിപ്പിക്കാൻ എന്തുമാത്രം പടം വരയ്ക്കണം, എന്തുമാത്രം എക്സ്പ്ലെയിൻ ചെയ്യണം. 1 ആനിമേഷൻ ഈസ് ഇനഫ്. 10 മിനിറ്റ് മതി. ഇനി സർ സോഹൻ റോയ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തെന്താ അറിയാമോ? കേരളത്തിൽ അധ്യാപകരില്ലാത്ത ക്ലാസ് റൂം അല്ലെങ്കിൽ സ്കൂൾ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയില്ല അത്. ഇറ്റ്സ് ഇൻ മൈ പ്ലേസ്. 2 മാസമായി. എൻ്റെ വീടിന് നേരെ ഓപ്പോസിറ്റാണ് അത് വന്നിരിക്കുന്നത്. ഏരീസ് എഡ്യൂക്കേഷണൽ 3D തിയേറ്റർ. അവിടെ 3 ഡയമെൻഷനിലായിട്ടാണ് കുട്ടികൾ കാണുന്നത്. തലച്ചോറിൻ്റെ പ്രവർത്തനം 3 ഡയമെൻഷനിലായിട്ട് കുട്ടിയുടെ മുന്നിലൊക്കെ ഇങ്ങനെ വന്നിട്ട് തലച്ചോറ് ഇങ്ങനെ പിളർന്ന് അതിനുള്ളിലേക്ക് കുട്ടി ഇറങ്ങുകയാണ്. അവൻ ജീവിതകാലത്ത് മറക്കത്തില്ല. That's why I respect him. And he has given the charge for the institution to me. I am the educational advisor for him, for his institution right now. നോക്കൂ, നിങ്ങളിൽ അധ്യാപകരുണ്ടാകും. ഞാൻ പലപ്പോഴും ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, മൊബൈൽ ഫോൺ, ഇതിനകത്ത് നോബൽ സമ്മാനം നേടിയവരാണ്. നിങ്ങൾക്കൊന്നും അറിയില്ല, നമുക്കൊന്നും അറിയില്ല. കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിൽ ഗതികെട്ട് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ പേരൻസിന് നോട്ടീസ് കൊടുത്തു. യുവർ കിഡ്സ് ക്യാൻ ബ്രിങ് ദ ഡിവൈസ് ടു ദ സ്കൂൾ വിത്തൗട്ട് സിം കാർഡ്. വി വിൽ പ്രൊവൈഡ് വൈഫൈ. നമ്മളെല്ലാം സ്കൂളിൽ കുട്ടികൾ മൊബൈൽ കൊണ്ടുവരുവാണെങ്കിൽ പിടിച്ചിട്ട് അതിനകത്ത് ബ്രൗസിങ് ഹിസ്റ്ററി ഒക്കെ നോക്കി അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്ത് അവനെ പിടിച്ച് തല്ലുക അല്ലെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക ചെയ്യുന്ന ആളാണ് ഞാൻ. തല്ലത്തില്ല, ഇപ്പം തല്ലാൻ പറ്റില്ല. പൂജപ്പുര സെൻട്രൽ ജയിൽ വീടിനടുത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇന്നലെ ഞാൻ പോയ B.Ed കോളേജിലും കുട്ടികൾ ഫോൺ കൊണ്ടുവരുന്നുണ്ട്. അധ്യാപകരോട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, സോഹൻ ഇപ്പം ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പറയാം. അബദ്ധവശാൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് വിളിച്ച് പറഞ്ഞു പോയി. ഇവന് താഴെ വെച്ചൊരു സാധനത്തിൽ ഫാക്ട് ചെക്ക് എന്നൊരു സാധനമുണ്ട്. അതിലൊരു ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാറിൻ്റെ കാറ്റ് പോയി. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ സോഹൻ്റെ ഈ ഒരു പുസ്തകം ശരിക്കും ഞങ്ങളുടെ നാടിൻ്റെ, ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ കഥയാണ്. ഞാനും ഈ റോയി എന്ന് ഞാൻ വിളിക്കുക, ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് ക്രിക്കറ്റ് കളിച്ച് നടന്ന സ്ഥലത്തിൽ ആ അമ്മയെക്കുറിച്ച്, അമ്മമാരെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ആ അമ്മയെക്കുറിച്ച് എഴുതിയ ഇത് ഞാൻ വായിച്ചിട്ട് ഫസ്റ്റ് ഡേറ്റിന് ഞാൻ വായിച്ചു. എനിക്ക് കിട്ടിയ അന്ന് തന്നെ ഞാൻ വായിച്ചു. വേറെ തമാശ കേൾക്കണോ, ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട്. അതിവിടെ ഇരിക്കുന്ന ഈ വേദിയിലിരിക്കുന്ന ഒരു വിദ്വാൻ ഒരു അബദ്ധം പറ്റി. ഇദ്ദേഹം എന്നെ കാണാൻ ട്രിവാൻഡ്രത്ത് വന്നു. ഇദ്ദേഹം ആ ഒരു പുസ്തകം കൊണ്ട് ഞങ്ങൾ പ്രസ് ക്ലബ്ബിൽ പോയിട്ട് തിരിച്ച് കാറിൽ കയറിയിട്ട് എൻ്റെ വണ്ടിയിൽ കയറിയിട്ട് വണ്ടിക്കകത്ത് വെച്ച് മറന്നുപോയി. അച്ചുമാഷ് കയറി അങ്ങ് പോയി. ഞാൻ വണ്ടി സർവീസ് ചെയ്യാൻ കൊണ്ട് കൊടുത്തപ്പോൾ വണ്ടിയിലിരിക്കുന്നു ഇംഗ്ലീഷിലൊരു പുസ്തകം. ഞാൻ ആർക്കും കൊടുക്കത്തില്ല, എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. സെയിം തിങ് ബട്ട് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ സോഹനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, ബിക്കോസ് ഐ നോ ഹിം ഹൂ ഈസ് ഹി. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭവും ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നതിൽ
വളരെയധികം സന്തോഷിക്കുന്നു. അദ്ദേഹം ഇന്ന് രാവിലെയും പറഞ്ഞൊരു കാര്യം, ടെക്നോളജി ബേസ്ഡുള്ള കാര്യങ്ങൾ. എനിക്ക് എൻ്റെ ഫോണിലൊരു മെസ്സേജ് ഒരു 15 മിനിറ്റ് മുമ്പ് വന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക അതിനെക്കുറിച്ച്. ഇറ്റ്സ് എ റിയലി ഗ്രേറ്റ് തിങ്. 3 മാസം കൊണ്ട് 1000 സ്കൂളുകളെ അദ്ദേഹത്തിൻ്റെ ഏരീസ് 3D എഡ്യൂക്കേഷണൽ തിയറിൽ എത്തിക്കാനുള്ള ഒരു കാര്യം എന്നോട് പറഞ്ഞിരിക്കുക. യു ഹാവ് ടു ഡു ഇറ്റ്. ഞാൻ പറഞ്ഞു എനിക്കൊരു ടീം വേണം. ദാറ്റ് ഐ വിൽ പ്രൊവൈഡ്, നോ പ്രോബ്ലം. എന്തിനു വേണ്ടിയെന്നറിയാമോ? ഈ പറയുന്ന ആശയങ്ങൾ 3 ഡയമെൻഷണൽ വിഷനായിട്ട് ഈ പഠിക്കാനുള്ള പാഠഭാഗം കുട്ടിയുടെ മനസ്സിൽ എത്തിക്കണം. ഹീസ് എ ബിഗ് ഷോട്ട്, മൾട്ടി മില്യനെയർ. എന്തിനാണ് സത്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. വിദേശത്ത് ഭംഗി ഒരു കപ്പൽ വന്നു കഴിഞ്ഞാൽ ലാക്സ് ഓഫ് ഡോളേഴ്സ് വിളി കിട്ടും. പക്ഷേ ഇവിടെ ഇത് ചെയ്യുന്നത് നാടിനോടുള്ള താല്പര്യം, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള താല്പര്യം, ശരിയല്ലേ? ഫ്രീ ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്യാണ്. ഫ്രീ ആയിട്ട് അവിടെ ഇപ്പോൾ ക്ലാസ് നടക്കുന്നത് എങ്ങനെയാണെന്നറിയോ? രാവിലെ 6:30 തുടങ്ങുന്ന 100 പേരുടെ ഒരു ബാച്ച്, അവർക്ക് ഫീസ് ഇല്ല. ഹിസ് പോളിസി ഈസ് ടൈം ഈസ് മണി എന്ന് പറഞ്ഞാൽ കൃത്യം 6:30 എല്ലാ ദിവസവും എത്തുന്നവർക്ക് ഫീസ് ഇല്ല. ഒരു ദിവസം ലേറ്റ് ആയോ, ഹി വിൽ ബി ഷിഫ്റ്റഡ് ടു ദ പെയ്ഡ് ബാച്ച്. അതാണ് സോഹൻ. പിന്നെ ഈ കവിത, ഞങ്ങൾ രാത്രി കാലങ്ങളിൽ ഇരുന്ന് ഇതിനെക്കുറിച്ച് നാളെ എന്ത് എഴുതണം. നിങ്ങൾ സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അറിയില്ല, നാളെ എന്ത് കറി വയ്ക്കും എന്നുള്ളത്. ആ സെയിം തിങ് ഈസ് ഹാപ്പനിങ് ജസ്റ്റ് വൺ ഡേ. നാളെ ആരെ പിടിക്കണം, അപ്പോഴായിരിക്കും ഒരു വാർത്ത വരുന്നത്. ഓ ഗോട്ട് ഇറ്റ്, കിട്ടി. ഇതാ ഇപ്പൊ ഇന്നലെ വന്ന കവിത എന്തിനെ കുറിച്ചിട്ടാണെന്ന് അച്ചുമാഷ് അറിയാം. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങളതിനെ ചർച്ച ചെയ്തതാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ശ്രീലങ്കയിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന്. കാരണം ഞങ്ങൾ രണ്ടും ഒരേപോലെ ചിന്തിക്കുന്നവരാണ്. അതെനിക്കറിയില്ല എന്താണെന്ന്. ആ റിഥം അങ്ങനെയാണ്, ആ ഫ്രീക്വൻസി അതാണ്. എനിക്ക് തോന്നുന്നു വിത്തിൻ നോ ടൈം ഒരു കവിത വരാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ആർക്കെങ്കിലും പറയാമോ എന്തായിരിക്കും എന്ന്? ആർക്കെങ്കിലും പറയാമോ? ജസ്റ്റ് എ വൈഡ് ഗസ്. ആർക്കും പറയാം. ഞാനൊരു പാട്ട് പാടട്ടെ, ഒരു തമിഴ് പാട്ട്. ഇനി ആർക്കെങ്കിലും പറയാം? അത് ക്ലൂ ആയിരുന്നു. ആർക്കെങ്കിലും പറയാമോ? യെസ്. നോട്ട് വിജയ്. ആരാണ്? ഭാഗ്യരാജ് മരണപ്പെട്ടു ഇന്നലെ. പൂർണിമയും ഭാഗ്യരാജും ഒക്കെ അഭിനയിച്ച ചിത്രങ്ങളും ഒക്കെ ഒന്നിച്ച് പുനലൂർ ചെല്ലണ്ടാക്കീസിൽ പോയി കണ്ട ആളാണ് ഞാനും ശ്രീ സോഹൻ റോയി. അപ്പൊ ഇന്ന് ഉറപ്പായിട്ട് അത് വന്നിരിക്കും. ഞാൻ ഇന്നലെ ആ ഫിലിമിലെ പാട്ടുകൾ മുഴുവൻ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ സ്റ്റാറ്റസും അതും ഇതൊക്കെ ആക്കി വിട്ടിട്ടുണ്ട്. സോ എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട്. ബട്ട് ദ ടൈം ഈസ് മണി. അതുകൊണ്ട് ഞാൻ ഒത്തിരി കാര്യം പറയാനുണ്ട് സോഹനെ കുറിച്ച്. ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് കാണാം, പറയാം. കാരണം എനിക്ക് വാർണിംഗ് തന്നു കഴിഞ്ഞു. ദർ ഇസ് നോ ടൈം. ആൻഡ് എൻ്റെ കാര്യം അതാണ്. ഇന്ന് രാത്രി തന്നെ എനിക്ക് ട്രിവാൻഡ്രത്ത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത്. കാരണം ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. നിങ്ങൾ തെക്കന്മാരെ എന്താണ് പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള ഒരാളാണോ? പക്ഷെ ഞാൻ അല്ല അല്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ് മുതൽ, 1ാം ക്ലാസ് മുതൽ ഈ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആരാണെന്ന് അറിയാവുന്ന ആളാണ്. മലയാളം കവിതയും ഒക്കെ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ആൾ കൂടിയാണ്. പക്ഷേ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. ഞാൻ വന്നിട മുതൽ ആ എൻട്രൻസ് പോലുള്ള ഫോട്ടോസ് ഞാൻ വിട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഗ്രൂപ്പിലേക്ക്, സോഹൻ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിലേക്ക്. ആൻഡ് ഹീ ഈസ് വാച്ചിങ് ദാറ്റ് ഫ്രം ശ്രീലങ്ക. ഞാൻ ഇന്നലെ ഒരു BEd കോളേജിൽ പോയെന്ന് പറഞ്ഞില്ലേ, ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ പ്രസംഗം തുടങ്ങിയ ഒറ്റ വാക്കിലാണ്, നൊസ്റ്റാൾജിയ. 1993 BEd കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്ത സ്ഥാപനമായിരുന്നു അത്. ഫസ്റ്റ് ടൈം. ആഫ്റ്റർ ദാറ്റ് ഐ ഗോട്ട് ഇൻ ഗവൺമെന്റ് സർവീസ്, ഐ ലെഫ്റ്റ് ദാറ്റ് പ്ലേസ്. അത് ഞാൻ പറഞ്ഞപ്പോൾ അവർ അന്തം വിട്ടുപോയി. സാറ് ഇവിടെ ജോലി ചെയ്തു? ഞാൻ പറഞ്ഞു യെസ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു വെരി മച്ച്. തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ എൻ്റെ നമ്പർ ഈ മാഷിൻ്റെ, മുസ്ലിം ലീഗ് മാഷിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ വാങ്ങിച്ചോണ്ടാൽ മതി. ഒന്ന് വിളിക്കുക. നിങ്ങളിൽ പലരെ എൻ്റെ സ്കൂളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.